ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഓണം സീരീസിൻ്റെ അവസാനത്തെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അത് നമ്മുടെ മധുര പച്ചടിയാണ്. അപ്പോൾ നമ്മുടെ സദ്യകൾക്കൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മുടെ മധുര പച്ചടി. അപ്പോൾ നമുക്ക് മധുര പച്ചടിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ മധുര പച്ചടിക്കായിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പകുതി ഭാഗം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിൽ കുറച്ച് മുന്തിരി, ബ്ലാക്ക് മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൈനാപ്പിളിൻ്റെ ബാക്കി പകുതി നമ്മൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് അരച്ച് പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഏത്തപ്പഴം ചെറുതായിട്ട്, നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ നമുക്ക് അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. പിന്നെ നമുക്കിതിൽ ചേർക്കാനായിട്ട് നമ്മുടെ കടുക്, പച്ചക്കടുക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തൈര് വേണം, ഒരു കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരുന്ന പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കീറി അതും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, അര സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തു. കുറച്ച് വെള്ളം ഒഴിച്ചു. ഇത് നമുക്ക് പൈനാപ്പിൾ വേവാൻ ആവശ്യമുള്ള വെള്ളം നമ്മൾ ഈ സമയത്ത് ഒഴിച്ചു. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വെക്കാം. നമുക്കിത് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിരകിയ തേങ്ങ, ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് നമ്മുടെ ജീരകവും പിന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നല്ലപോലെ ഇതുപോലെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്കിതിന് വേണം, കുറച്ച് ശർക്കര. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. കുറച്ച് ശർക്കരയും കൂടി വേണം. ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട് നമ്മുടെ പൈനാപ്പിൾ. അപ്പോൾ ഹാഫ് വേവ് ആയി കഴിയുമ്പോൾ, ഒരു പകുതി വേവ് ആയി കഴിയുമ്പോൾ നമ്മുടെ ആ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പഴം നമ്മൾ അരിഞ്ഞ് വെച്ചതും പിന്നെ നമ്മുടെ പൈനാപ്പിളിൻ്റെ ആ പൾപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഈ പൈനാപ്പിളിൻ്റെ പൾപ്പ് ആഡ് ചെയ്യുന്നത് നമുക്ക് കറിക്ക് നല്ലൊരു കൊഴുപ്പും ഒരു എക്സ്ട്രാ ടേസ്റ്റും കിട്ടാനാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പൈനാപ്പിളിൻ്റെ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് കുറുകി വന്ന സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു 7 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ ഏകദേശം വെന്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ അരപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ മൂടി വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നല്ലപോലെ തിളച്ച് അത്യാവശ്യം കുറുകി ഒരു പരുവമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് കുറച്ച് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം മുന്തിരി നമ്മൾ അവസാനം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മുന്തിരി നമ്മൾ പെട്ടെന്ന് അതിലേക്ക് വെന്തുടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പോലും കിട്ടില്ല അതിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവസാനം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് നമുക്ക് കുറുകി ഏകദേശം വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് അവസാനം സമയത്താണ് നമ്മുടെ ആ പച്ചക്കടുക് ചതച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് നേരത്തെ ആഡ് ചെയ്യേണ്ട. എല്ലാം വെന്ത് കുറുകി ഒരു ആകുന്ന സമയത്താണ് നമുക്ക് ഈ പച്ചക്കടുക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മധുരപ്പച്ചടി അത്യാവശ്യം കുറുകി നല്ലൊരു പരുവമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ചട്ടി ആയതുകൊണ്ട് തീ ഓഫ് ചെയ്താലും അത്യാവശ്യം തിളയ്ക്കുന്നത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് തീ കത്തിക്കരുത്. അപ്പോൾ തൈര് ഒന്നും കൂടെ പുളി കൂടിപ്പോവും. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് തൈര് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ഒഴിക്കുന്നത് റെഡിയാക്കാം. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചു. അതുപോലെ 2 ഉണക്കമുളക് ആഡ് ചെയ്തു. കുറച്ച് വേപ്പിലയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. ഇനി നമുക്കിത് നമ്മുടെ പച്ചടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മധുരപ്പച്ചടി, സദ്യ സ്പെഷ്യൽ മധുരപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പേര് പോലെ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ മുന്തിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.